കത്തോലിക്ക തിരുസഭയുടെ ഈ അതിരൂപതയുടെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഈ സമൂഹത്തോട് പരസ്യമായി പറയുന്നു, ഈ സന്യാസിനിമാർ മതേതര ഭാരതത്തിന് അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട സഹോദരിമാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരോട് നിങ്ങളുടെ ശുശ്രൂഷയും നിങ്ങളുടെ സേവനവും സഭയ്ക്ക് മാത്രമല്ല, ഈ ആർഷഭാരതത്തിന് അവിഭാജ്യമായ ഘടകമാണ്. ഒരു കൽത്തുറുങ്കിന് അതിനെ ഭേദിക്കുവാൻ സാധ്യമല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ സമർപ്പണമാണ് ഈ ഭാരതത്തിലെ അശരണരുടെ അനേകരുടെ ആശ്രയം. ധൈര്യമായി മുൻപോട്ട് പോവുക. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. ഈ ജനം നിങ്ങളുടെ സമർപ്പണത്തിൽ സന്തോഷിക്കുന്നു. നാം എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? ഫ്ലാഗ് ഉയർത്തിക്കൊണ്ട് അഭിവന്ദനായ ക്രിസ്തുദാസ് പിതാവ് സൂചിപ്പിച്ചു, രണ്ട് സന്യാസിനിമാർ, രണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. അകാരണമായി. വാക്കുകൾക്ക് അർത്ഥമുണ്ടല്ലോ. ആരോപിക്കപ്പെടുന്നത് കൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ലല്ലോ. രണ്ട് സന്യാസിനികൾ. നമ്മുടെ ഭാരതത്തിന്റെ പേര് ആർഷഭാരതമെന്നല്ലേ? സന്യാസിമാരെ ബഹുമാനിച്ച് അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു സംസ്കാരത്തിൽ സന്യാസ തിരുവസ്ത്രമണിഞ്ഞ് അവരുടെ ശുശ്രൂഷയുടെ ഭാഗമായി സഹായഹസ്തം നൽകി അവരെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വന്നതിന്റെ പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിടുന്ന ഒരു സന്ദർഭം ഓർക്കണം. ഇന്നേറെ വേദനിപ്പിച്ച സംഭവം, ഈ സന്യാസിനിമാർക്ക് ജാമ്യം കിട്ടിയില്ല എന്നതിനേക്കാൾ ദുർഗിലെ സെഷൻസ് കോടതി ഇവർക്ക് ജാമ്യം നിഷേധിക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ആരവവും ആക്രോശവും കേൾക്കുന്നതിനിടയായി. ഇതാണോ മതേതര ജനാധിപത്യം? ഇതാണോ ആർഷഭാരത സംസ്കാരം? ഈ രാജ്യത്ത് ക്രൈസ്തവ സമൂഹം ജീവിക്കുന്നത് 2000 വർഷത്തെ ചൈതന്യത്തിലും സംരക്ഷണയിലുമാണ്. അനേക തവണ ആവർത്തിച്ചിട്ടുള്ളത് ഈ തിരുമുറ്റത്തും ആവർത്തിക്കുന്നു. കോടാനുകോടി ജനങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ, ഹൈന്ദവ കുടുംബങ്ങൾ, ഈ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് ഉദാത്തമായ സംരക്ഷണവും സ്നേഹവും നൽകി ഈ നാട്ടിൽ സംരക്ഷിച്ചു നിർത്തിയ അവികലമായ ഒരു പാരമ്പര്യവും ചൈതന്യവും ഉണ്ട്. അവരോടെല്ലാം ഞങ്ങൾക്ക് ആദരവുണ്ട്. ആ സംസ്കാരത്തിലാണ് ഞങ്ങളും ജീവിക്കുക. ഈ രണ്ട് സഹോദരിമാർ 6 ദിവസം തുറുങ്കിൽ അടയ്ക്കപ്പെടുവാൻ പര്യാപ്തമായ കാരണങ്ങൾ ഈ പൊതുസമൂഹത്തിന് ബോധ്യമാകണ്ടേ? എന്താണ് കാരണം? മനുഷ്യക്കടത്ത്, മതപരിവർത്തനം ആരോപണമായി മുൻപിൽ നിൽക്കുന്നു. സത്യസന്ധമാണെങ്കിൽ എന്തിനാണ് അവരെ ഒളിഞ്ഞും തെളിഞ്ഞും നിർബന്ധിക്കുന്നത്? അവരുടെ ബന്ധുക്കളെ നിർബന്ധിക്കുന്നത്? ആരോപിക്കപ്പെടുന്ന ഈ കുറ്റം അതേകം ഭീകരമായ പട്ടികയിലാണല്ലോ പെടുത്തിയിരിക്കുക. ഇവർ നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ പെങ്ങന്മാരാണ്. ആരോ ചോദിക്കുന്നത് കേട്ടു, മറ്റൊരിടത്തും വലിയ പ്രശ്നമില്ലല്ലോ, കേരളത്തിൽ എന്താ ഇത്ര വലിയ പ്രശ്നമെന്ന്. സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന മിഷണറിമാർ വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുള്ള ഈ ദേശത്തെ ചിന്തിക്കുന്ന ക്രിസ്ത്യാനികൾ മാത്രമല്ല,
സകല സുമനസ്സുകളും ഒരുപോലെ ചോദിക്കുന്നു, ഇതെന്തു നീതി, ഇതെന്ത് ന്യായം? ഇതിനാണ് നാം ഒരുമിച്ചുകൂടി ഈ പൊതുസമൂഹത്തോട് പങ്കുവയ്ക്കുക. ഇതൊരു വ്യക്തിയോ ഒരു രാഷ്ട്രത്തോടോ ഒരു ജനാധിപത്യ സംവിധാനത്തോടോ ഭരിക്കുന്ന പാർട്ടിയോടോ ഉള്ള വെല്ലുവിളിയല്ല. ഇതൊരാവശ്യമാണ്. ന്യായമായി മതന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ വയ്ക്കുന്ന ന്യായമായ ഒരപേക്ഷയാണ്. മതേതരത്വം ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അധികാരവും അവകാശവും വിശുദ്ധമായ ഒരു ഭരണഘടന നൽകിയ രാജ്യത്തെ ജനങ്ങളാണ് ആവശ്യപ്പെടുക. ഈ സന്യാസിനിമാർ വിദേശികളൊന്നുമല്ല. ഈ സന്യാസിനിമാർ ഭാരതത്തിന്റെ പൈതൃകം പേറുന്ന രണ്ട് പെങ്ങന്മാരാണ്, രണ്ട് സഹോദരിമാരാണ്. അവർ ചെയ്ത അപരാധം ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അധികാരികളുടെ ധാർമ്മികമായ ബാധ്യതയാണ്.